ഹലോ ഫ്രണ്ട്സ്, അക്കച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മീൻകറിയാണ്. ചോറിനും കപ്പയ്ക്കും അപ്പത്തിനുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണാം. ഈ കറി തയ്യാറാക്കാൻ വേണ്ടി 1 കിലോ ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ ചൂടായിരിക്കുന്ന ഈ മൺചട്ടിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് മീൻകറിക്ക് ഏറ്റവും ടേസ്റ്റ് തരുന്നത്. അപ്പം എണ്ണ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയാണ്. അധികം ചുവന്നുള്ളി ചേർക്കുന്നില്ല. വീണ്ടും ഇതിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി. ഇതേപോലെ മീൻകറിക്കകത്ത് അരിഞ്ഞിടണം. ഇഞ്ചി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും. വീണ്ടും ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും മീനിന് അത്യാവശ്യം ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് കീറിയതാണ് ചേർത്ത് വഴറ്റുന്നത്. മൺചട്ടിയിലായതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ചട്ടി നന്നായിട്ട് അങ്ങോട്ട് ചൂടാകും. മസാലയൊക്കെ അത് കണക്കാക്കി തീ കുറച്ചിട്ട് വഴറ്റിയെടുക്കണം. ഇത് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് 3ഉം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതുപോലെ ആകണം. ഉള്ളി ഇഞ്ചി എല്ലാം വഴന്ന് വെളുത്തുള്ളിയാണ് ചേർത്ത് വഴറ്റി അതിലേക്ക് ഈ പൊടികൾ വിട്ട് ഇതേ പരുവത്തിൽ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ കൊടംപുളി നേരത്തെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരുന്നതാണ്. ഇതങ്ങ് ചേർത്ത് കൊടുക്കും. ഇത് മീൻ വറ്റിച്ചതായതുകൊണ്ട് ഒത്തിരി ചാറായിട്ട് വെക്കുന്നില്ല. അത് കണക്കാക്കി വേണം നമ്മളിതിന് വെള്ളവും ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചെറിയ 4 പീസ് പുളിയാണ് കുതിർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പുളി നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണെങ്കിൽ ഇത് കണക്കാക്കി എടുക്കണം. ഇത് നല്ല പുളിയാണ് എൻ്റെ ഇരിക്കുന്നത്. അതുകൊണ്ട് അധികം ചേർക്കാതെ തന്നെ പെട്ടെന്ന് കറിയിലേക്ക് പുളി കിട്ടുന്ന സൈസ് പുളിയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം വെള്ളമാണ്. ഒത്തിരി വേണ്ടെന്നാലും മീനിന് എല്ലാം പിടിക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. മൺചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് വറ്റുകയും ചെയ്യും. അതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. വെള്ളം ഏകദേശം നമ്മൾ ചേർത്ത് കൊടുത്തു. അത് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്കിനി ഉപ്പ് പുറകെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ട് വേണം ഇതിലേക്ക് ഇനി നമുക്ക് ആ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഈ മീൻകറി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഈ കറി ഒന്ന് തയ്യാറാക്കി വെക്കണം. കുറഞ്ഞ 2 മണിക്കൂർ. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് പുളിയും ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് പിടിച്ച് അങ്ങനെയാണ് കറി കൂട്ടാൻ ഏറ്റവും ടേസ്റ്റ്. ഇത് ചോറിൻ്റെ കൂട്ടത്തിലും അപ്പത്തിൻ്റെ കൂട്ടത്തിൽ കപ്പയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ലൊരു മീൻ കറിയാണ്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മീൻ കഷ്ണം ചേർത്ത് കൊടുക്കാം. ഇതാ ഇതേപോലെ ഇത്രയും ചാറുമായിട്ട് എല്ലാ കഷ്ണവും നമ്മൾ ആ പറ്റാനുള്ള വെള്ളം മാത്രം ചേർത്ത് ഇങ്ങനെ മീൻ വറ്റിച്ചെടുക്കുക.
ഇതിന് നമ്മളൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇരുന്ന് കഴിഞ്ഞാലും ഇതിന് ചാറ് പറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ അത് കണക്കാക്കി വേണം വാങ്ങി വെക്കാനായിട്ട്. അപ്പം നമുക്കിത് അടച്ചു വെച്ച് 15 മിനിറ്റ് കുക്ക് ചെയ്യാം. ഈ കറിയെ നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്താണെന്നോ അല്ലെങ്കിൽ ഇത് അടിയിലേക്ക് പിടിക്കാൻ സാധ്യത വരും. വെള്ളം പെട്ടെന്ന് വറ്റി തുടങ്ങുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ കറിയിലേക്ക് മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഈ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നമുക്ക് 1-2 ദിവസത്തേക്ക് വെച്ച് കൂട്ടണമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാതെ വേണം കറി വെക്കാനായിട്ട്. പ്രത്യേകിച്ച് ചൂടുള്ള സ്ഥലങ്ങളിൽ കറി ചീത്തയായി പോകും. അതുപോലെ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിൽ അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, കറി ഇരുന്ന് കൂട്ടാൻ പറ്റും. മീൻകറി ഇപ്പം ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചാറ് ഏകദേശം വറ്റി തുടങ്ങി. ഇനി നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ ഇതേപോലെ തന്നെ വറ്റിച്ചെടുക്കാം. അധികം വറ്റിക്കേണ്ട. മൺചട്ടിയിലിരുന്ന് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞും ചാറ് വറ്റിയത് കുറുകി വരും. അപ്പോൾ 5 മിനിറ്റ് കൂടെ ഇത് കുക്കാകട്ടെ. 15 മിനിറ്റ് കുക്കായാൽ മതി. മീനായതുകൊണ്ട് അധികം വേവില്ലല്ലോ. ഏകദേശം വറ്റി പാകമായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു. പുളിയെല്ലാം കറക്റ്റാണ്. ഇതിലേക്ക് ഇനിയും ഒരു തണ്ട് കറിവേപ്പില ഇട്ട് ഒരു നുള്ള് ഉലുവാപ്പൊടിയും ചേർത്ത് ഇതങ്ങ് വാങ്ങി വെക്കണം. ഉലുവാപ്പൊടി അധികം ആകല്ല, നല്ലൊരു മണം കിട്ടാൻ വേണ്ടി മാത്രം ഒരു നുള്ള്. ഇത് ഇനി ഇരുന്ന് പറ്റും. നമ്മുടെ കറക്റ്റ് കൂട്ടാനുള്ള ചാറ് മാത്രമായിട്ട് കറി ഇരിക്കും. ഇതേപോലെ വേണം മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി തണുത്തതിന് ശേഷം വേണം ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ കപ്പയുടെ കൂടുതലോ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പം നല്ല ടേസ്റ്റ് ആകും കറിക്ക്. നിങ്ങൾ ഇതേപോലെ തന്നെ മീൻ കറി വെച്ച് കഴിച്ചു നോക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തതിന് ശേഷം കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക്